എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പസ്തോല പ്രവർത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തികൾ 1-ന്റെ 4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പസ്തോല പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ ഏറ്റവും അവസാനം സ്വർഗാരോഹണത്തിന് മുൻപ് അവരോട് പറഞ്ഞ ചില വ്യവസ്ഥകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫലകരമായ ക്രിസ്തീയ സാക്ഷ്യത്തിന് പരിശുദ്ധാത്മദാനം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവാണ് സാക്ഷ്യത്തിന് നമ്മെ സജ്ജമാക്കുന്നതും ശക്തീകരിക്കുന്നതും. പരിശുദ്ധാത്മാവ് ആ വിധം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അനിവാര്യമാണ്. അതിലൊന്നാമത്തേതാണ് ഇവിടെ നമ്മൾ കണ്ടത് 4-ാം വാക്യത്തിൽ, കാത്തിരിക്കുക. പരിശുദ്ധാത്മദാനത്തോടനുബന്ധിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാത്തിരിപ്പ്. നിശ്ചിത സമയം വേർതിരിച്ച് വിനിയോഗിക്കുന്നതിനെ കുറിക്കുന്നതായിട്ടാണ് പലപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. ദൈർഘ്യത്തെ അല്ല, അനുഭവത്തെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുക്കവും ശുദ്ധീകരണവുമാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമ്മുടെ വീട്ടിൽ ഒരതിഥിയെ പ്രതീക്ഷിക്കുന്നു എങ്കിൽ മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായി അതിനോടടുത്ത ശുചീകരണവും ക്രമീകരണവും ഒക്കെ നമ്മൾ ചെയ്യും. അതേ വിധത്തിലുള്ള ഒരു ഒരുക്കവും ക്രമീകരണവും ശുദ്ധീകരണവും പരിശുദ്ധാത്മദാനത്തിനും ചെയ്യേണ്ടതുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് കാത്തിരിപ്പ്. പരിശുദ്ധാത്മദാനത്തിന് മുൻപ് ശുദ്ധീകരണം കൂടിയേ തീരൂ. പെന്തക്കോസ്തിന് മുൻപ് കാൽവറി കൂടാതെ അല്ലെങ്കിൽ ശുദ്ധീകരണം കൂടാതെ പെന്തക്കോസ്ത്, പരിശുദ്ധാത്മദാനം ഇതൊന്നും അനുഭവമാക്കാൻ കഴിയുന്നതല്ല. ദൈവഹിതം തിരിച്ചറിയാനുള്ള മുഖാന്തരമാണ് കാത്തിരിപ്പ്. തിരിച്ചറിയുക മാത്രമല്ല, അതിനായി സമ്പൂർണമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസരവുമാണ്. ദൈവം തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി ഉപയോഗിച്ചിട്ടുള്ളവരെല്ലാം ദൗത്യ നിർവഹണത്തിന് ഇറങ്ങിത്തിരിക്കും മുൻപ് കാത്തിരുന്നു. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ അനുഭവം തിരുവചനത്തിലുണ്ട്. സ്നാപക യോഹന്നാന്റെ മരുഭൂമി വാസവും 40 ദിവസം യേശു മരുഭൂമിയിൽ ചെലവഴിച്ചതുമെല്ലാം ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പൊന്ന് തീയിൽ ഉരുക്കി അതിൻ്റെ കീടനെല്ലാം കളഞ്ഞ് ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള പ്രക്രിയയാണ് ഈ കാത്തിരിപ്പിലുമുള്ളത്. ദൈവഹിതത്തിന് സമ്പൂർണമായി വിധേയപ്പെടുത്തുന്ന അവസരം. മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയ ജനത്തോടൊന്നിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കണമെന്നുള്ള സ്വാഭാവികമായ മോശയുടെ ഒരു ഒടുങ്ങാത്ത താല്പര്യമായിരുന്നു അത്. പക്ഷേ ദൈവം അനുവദിച്ചില്ല. 120 വയസ്സായിരുന്നിട്ടും കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നിട്ടും തൻ്റെ അപേക്ഷ ദൈവം അനുവദിച്ചില്ല. മറുതലിക്കാതെ അവൻ ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ചെയ്തത്. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. രണ്ടാമത്,
ഇവിടെ മാളിക മുറിയിൽ അവർ കാത്തിരുന്നു എന്ന് 12-ാം വാക്യത്തിൽ കാണുന്നു. പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഇടം എന്നതിനേക്കാൾ അനുഭവത്തിനാണ് ഇവിടെയും പ്രാധാന്യം. ചില ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനോട് കൂടെ അന്ത്യത്താഴം കഴിച്ച ഇടമാണ് ഈ മാളിക മുറി. അന്ന് മാത്രമല്ല, മുൻപും പല പ്രാവശ്യം യേശുവുമായി സമയം വിനിയോഗിച്ച മുറിയായിരുന്നു അത്. യേശുവിനെ അവസാനമായി കണ്ടതും തൊട്ടതും ഇടപെട്ടതും ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടതുമെല്ലാം അയവിറക്കുന്ന സ്ഥലമാണ് മാളിക മുറി. നമ്മുടെ മാതാപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ് അവർ പാർത്തിരുന്ന ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട സ്മരണകൾ നമ്മളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏതാണ്ട് ആ അനുഭവമാണ് ക്രിസ്തു ശിഷ്യർക്കും ഉണ്ടായത്. ആ മാളിക മുറിയിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആവർത്തിച്ച അനുഭവമായ അവസരമായിരുന്നു വീണ്ടും അവിടെ നിന്ന് ലഭിച്ചത്. മാനസാന്തരം ഒരിക്കലായി ഉണ്ടായാൽ പോരാ, അത് ആവർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. സഖായിയെക്കുറിച്ചൊരു പാരമ്പര്യ കഥയുണ്ട്. മാനസാന്തരത്തിന് ശേഷം ചില ദിവസങ്ങളിൽ അവൻ അപ്രത്യക്ഷനാകുമായിരുന്നു. എവിടെയെന്ന് ആർക്കും നിശ്ചയമില്ല. കുറേ കഴിഞ്ഞ് മടങ്ങി വരും. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അപ്രത്യക്ഷനാകും. പല പ്രാവശ്യമായപ്പോൾ അവൻ എവിടെയാണെന്ന് അന്വേഷണമായി. യേശു അവനെ ആദ്യം കണ്ടുമുട്ടിയ, അല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടി വിളിച്ചിറക്കിയ അത്തിയുടെ ചുവട്ടിൽ ചില്ലികളിൽ നോക്കി അവൻ അവിടെ നിൽക്കുന്നു. തോളിൽ തട്ടി എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അതാ ആ കൊമ്പിൽ ഞാൻ ഇരുന്ന സമയത്താണ് യേശു ഇവിടെ നിന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയത്. അപ്പോൾ വിളിയും തെരഞ്ഞെടുപ്പും ഒന്നുകൂടെ ഉറപ്പാക്കാനാണ് വീണ്ടും ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് മാനസാന്തരം ഒരിക്കലായി ഉണ്ടായാൽ പോരാ, അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. യാക്കോബിൻ്റെ ജീവിതവും ഇതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഹിവ്യനായ ശേഖേം യാക്കോബിൻ്റെ മകൾ മീഖളിനോട് അപമര്യാദയായി പെരുമാറിയതറിഞ്ഞ് ശിമയോനും ലേവിയും, അതായത് യാക്കോബിൻ്റെ 2 ആൺമക്കൾ, ശേഖേ നിവാസികളായ ആണിനെയൊക്കെ കൊന്നു. ഹമോറിനെയും ശേഖമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്ന് ദീനയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിലാണ് ഈ വിവരണമുള്ളത്. തുടർന്ന് അവിടുത്തെ താമസം പ്രയാസമാണെന്നറിഞ്ഞ യാക്കോബ് തൻ്റെ കുടുംബത്തോട്, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ബഥേൽ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടേണ്ടതാണ്. ഒരു സ്ഥലം എന്നതിനേക്കാൾ അനുഭവമായി അത് തീരണം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ബഥേലുകളെ ഒക്കെ ഒന്ന് പുതുക്കാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവാനുഭവങ്ങളുടെ ഇടമാണ് ബഥേൽ. അതുകൊണ്ട് ശിഷ്യന്മാർ കാത്തിരുന്നു, കാരണം കർത്താവ് അവരോട് കാത്തിരിക്കണം എന്ന് പറഞ്ഞു. കാത്തിരിപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മദാനം നമുക്ക് ലഭിക്കേണ്ടതിനായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കേണ്ടതിനായി കാത്തിരുന്ന് ശുദ്ധീകരണമുള്ളവരായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച ദയയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും കൃപയും ആരോഗ്യമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. കുറവുകളും കുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും എല്ലാം പൊറുക്കണമേ. കർത്താവെ, പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ പകരുന്നു. ചെയ്യേണ്ടുന്നത് ചെയ്യുവാനുള്ള കൃപയും അതിനുള്ള സമർപ്പണവും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ പുതിയ വർഷത്തിൻ്റെ അനുഭവങ്ങൾ ഏറെ നന്നായി ആസ്വദിപ്പാനും
ദൈവത്തോട് ജീവിപ്പാനും എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടി എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.